PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഇടതുമുന്നണിയിലെ CPIയും CPMും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. CPI മുന്നണി വിടണമെന്ന് ആ പാർട്ടിയിലെ ചില ആളുകൾ ആവശ്യപ്പെട്ടതായി കണ്ടു. AISFും AIYFും അതായത് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന്. അതേപോലെയാണ് CPMന്റെ ഈ വിഷയത്തിലെ നിലപാട്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് CPM സ്വീകരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ CPIയെ വിഡ്ഢികളാക്കുന്ന, CPIയെ ഒന്നുമല്ലാത്ത രൂപത്തിൽ ആക്കി തീർത്ത നടപടിയാണിപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ CPIക്ക് കൃത്യമായ നിലപാടുണ്ടെങ്കിൽ, CPIക്ക് ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ അവർ മുന്നണി ബന്ധം വിച്ഛേദിച്ച് പുറത്തു വരാൻ തയ്യാറാകണം. പക്ഷേ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള നട്ടെല്ല് CPIക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPIയെ സംബന്ധിച്ചിടത്തോളം CPI വലിയ തിരുത്തൽ ശക്തിയാണ് ഞങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മുന്നണിയിലെ തിരുമ്മൽ ശക്തി മാത്രമാണ് CPI എന്ന് വ്യക്തമായിരിക്കുകയാണ്. CK ചന്ദ്രപ്പനും വെളിയം ഭാർഗവനുമെല്ലാം പാർട്ടി നയിച്ച കാലഘട്ടത്തിൽ CPMന്റെ മുഖത്തു നോക്കി, CPM നേതാക്കന്മാരുടെ മുഖത്തു നോക്കി അഭിപ്രായം പറയാനുള്ള തന്റെ അടവും ത്രാണിയും ചങ്കൂറ്റവും CPI നേതൃത്വം കാണിച്ചിരുന്നു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മിസ്റ്റർ പിണറായി എന്ന് പറയാൻ തന്റെ അടം കാണിച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്നു വെളിയം ഭാർഗവൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വെളിയം ഭാർഗവനും ചന്ദ്രപ്പന് ശേഷം കാനം രാജേന്ദ്രനും അതിനുശേഷം ബിനോയ് വിശ്വവും പാർട്ടി നേതൃത്വം ഏറ്റെടുത്തപ്പോൾ CPI ഇപ്പോൾ CPMന്റെ അടിമകളായി മാറിയെന്ന് ആ പാർട്ടിയിലെ ആളുകൾ അടക്കം പറയുകയാണ്. KE ഇസ്മായിലിനെയും C ദിവാകരനെയും പോലെയുള്ള നേതാക്കന്മാരെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയ CPI നേതൃത്വം ഇപ്പോൾ വിദ്യാഭ്യാസ കച്ചവടക്കാർക്കും RSSന് തങ്ങളുടെ അസ്തിത്വം പണയം വെക്കുന്ന CPMനും പാദസേവ ചെയ്യുന്ന തിരക്കിലാണ് നിലവിലെ പാർട്ടി നേതൃത്വമെന്ന് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തന്നെ പറയുകയാണ്. PM ശ്രീ പദ്ധതി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഉതകുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്തിന്റെ ചരിത്രം പോലും വികലമാക്കി, രാജ്യത്തിന്റെ ചരിത്രം പോലും തിരുത്തപ്പെടുന്ന രൂപത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടം അടക്കം വികലമാക്കി വക്രീകരിച്ച് ചിത്രീകരിക്കുന്ന പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ഊറ്റം കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം CPM BJPക്ക് വിധേയരായിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെടാൻ പോവുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും RSS വൽക്കരിക്കപ്പെടാൻ പോവുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും RSSന്റെയും സംഘപരിവാറിന്റെയും ആശയങ്ങൾ കുത്തിനിറക്കാൻ പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു തരിപ്പണമാക്കുന്ന രൂപത്തിൽ പാഠപുസ്തകങ്ങളിലൂടെ RSSന്റെ ആശയം കുത്തിനിറച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് RSSന്റെ ആശയങ്ങൾ ഇൻജക്ട് ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം തന്നെയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് സംഘപരിവാറിനെതിരെയാണ് തങ്ങളെന്ന് വിളിച്ചു പറയുകയും മറുഭാഗത്ത് സംഘപരിവാറിന്റെ ആശയങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നിലപാടാണ് CPMന്റെ ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത്. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന CPMന്റെ നാലാംകിട രാഷ്ട്രീയം വീണ്ടും കേരളം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJP CPM ഡീലിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെടാൻ പോവുകയാണ്. ഇതിന് ആരാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാൻ നിലപാട് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാൻ ഒപ്പ് രേഖ വെച്ചത് എന്ന് ചോദിച്ചാൽ ചരിത്രം കേരളത്തിന്റെ മുഖത്ത് നോക്കി പറയും അത് പിണറായി വിജയൻ സർക്കാരാണ്, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ് എന്ന് പറയുന്ന ദിനം വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച CPMനെതിരെ മുഖത്തു നോക്കി രണ്ട് വർത്തമാനം പറയാൻ പോലും ത്രാണിയില്ലാത്ത രൂപത്തിൽ അധപ്പതിച്ച CPIക്ക് ആ പാർട്ടി തന്നെ പിരിച്ചു വിടുന്നതാണ് അഭികാമ്യം.